വലിയ കഷ്ടപ്പാട് നരകത്തിലാണ്. ഈ ഇവിടത്തെ വീട്ടിലത്തെ പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയപ്പോ സഹാബത്ത് ചോദിച്ചു ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ല. അപ്പോ ചോദിച്ചു ഇരിക്കാൻ ഒരു കസേരയെങ്കിലും ഇട്ടുകൂടെ ഈ വീട്ടിലെന്ന്. ആരാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നമുക്കറിയോ? അറിയില്ല, നമുക്കൊന്നും അറിയില്ല. നമുക്ക് ഈ ബ്രോസ്റ്റ് കോഴി ഇങ്ങനെ തിന്നാനല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇപ്പോഴും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആരാ? ഉമ്മൻചാണ്ടി സർക്കാർ മദ്യനിരോധനം നടപ്പിലാക്കിയപ്പോൾ ആദ്യം എതിർത്തത് വെള്ളാപ്പള്ളി നടേശൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. കാരണം ആ മദ്യനിരോധനം കൊണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ നഷ്ടം വെള്ളാപ്പള്ളിക്ക് സമുദായത്തിനുമാണ്. അവരുടെ ഒരേ ഒരു വരുമാനം കള്ള് കച്ചവടം. സാമ്പത്തിക നഷ്ടം ഭയന്നിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ എതിർത്തത്. എന്നാൽ വിശുദ്ധമായ ഖുർആനിലെ 62 അക്ഷരങ്ങൾ മദ്യനിരോധനത്തിന് ആയത്തിറങ്ങിയപ്പോൾ വെള്ളാപ്പള്ളി നടേശനേക്കാൾ വലിയ മദീനയിലെ ഏറ്റവും വലിയ അബ്കാരി കോൺട്രാക്ടറാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. പഹല്ലന്തും മുന്തകൂൻ കള്ളുകൊടി നിർത്താറായില്ലെന്ന് ചോദിച്ചപ്പോൾ തന്റെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന മദ്യത്തിന്റെ ബാരൽ മുഴുവനും മദീനയുടെ അങ്ങാടിയിലൂടെ ഒഴുക്കി വിട്ടിട്ട് നബി, എന്റെ സാമ്പത്തിക നഷ്ടം എനിക്ക് പ്രശ്നമല്ല, എന്തൊക്കെയായ റസൂലുള്ളാഹി അല്ലാഹു നിർത്താൻ പറഞ്ഞ ഞാൻ നിർത്തി നബി എന്ന് പറഞ്ഞ ആളാണ്. നഷ്ടവും ലാഭമൊന്നും ഇല്ല, അള്ളാഹ് നിർത്താൻ പറഞ്ഞ നിർത്തി നബി എന്ന് പറഞ്ഞ ബാരൽ കണക്കിന് മദ്യം ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ ഒഴുക്കി വിട്ട ആളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, മക്കയിലെ കോടീശ്വരൻ. ആ കോടീശ്വരന്റെ വീട്ടിൽ ഇരിക്കാൻ കസേരയില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചൊരു കസേര ഇട്ടൂടെ? അപ്പോഴാണ് ബഹുമാനപ്പെട്ട സഹാബത്തിനോട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല പറഞ്ഞത്, ഞാൻ ഇതിനകത്ത് മുഴുവൻ സാധനങ്ങളും വേറൊരു വീട്ടിലേക്ക് മച്ചിരിക്കുകയാണ്, അങ്ങോട്ട് തൽക്കാലം താമസം മാറുന്ന വീട്ടിലേക്ക് ഞാൻ മച്ചിരിക്കാൻ. സഹാബത്തിന്റെ കാര്യം മനസ്സിലായി. അപ്പൊ സഹാബത്ത് ഇത് ശരി തന്നെ, വേറൊരു വീട്ടിന് വേണ്ടി എല്ലാം മാറ്റി വെച്ചിരിക്കാം, ഓക്കെ. എന്നാലും വരുന്ന മനുഷ്യന് ഇരിക്കാൻ ഈ വീട്ടിലൊരു കസേര വേണ്ട. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല പറഞ്ഞു, ഞാൻ കസേര വാങ്ങിക്കാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോയതാണ്. അപ്പോഴാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞത്, ഉടനെ തന്നെ ഈ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കും. സഹാബത്ത് ചോദിച്ചു, ആരാ വീട്ടുടമസ്ഥൻ? അങ്ങനെ പറഞ്ഞിട്ട് അല്ല, ഇവിടെ ഇരിക്കാനൊരു കസേര വാങ്ങിക്കാൻ അങ്ങാടിയിലേക്ക് പോയപ്പോഴാണ് എതിരെ മയ്യത്തും വഹിച്ചുകൊണ്ട് ഒരു പോക്ക് പോണത് കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി അടുത്തത് ഞാനാണ്, എന്നെ ഈ വീട്ടിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത് എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല. കാരണം ഏറ്റവും നല്ല വീട്. അപ്പോ പറഞ്ഞു, ഞാൻ ഈ സാധനമൊക്കെ വേറൊരു വീട്ടിലേക്ക് മാറ്റിയിരിക്കും. അതേത് വീട്? ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, സ്വർഗ്ഗത്തിലെ വീട്ടിലേക്ക് ഞാൻ മാറ്റിയിരിക്കും. ഇവിടെ ഒരു ദുഃഖമുണ്ടായാലും ഏറ്റവും വലിയ ദുഃഖം നരകത്തിനാണല്ലോ. ഞാൻ ചിലപ്പോൾ പുറകെ പറയാം, അള്ളാഹു ആ ദുഃഖം മാറ്റി തരട്ടെ. ആമീൻ പറ. മനസ്സിലായി? നമുക്കെന്ത് നരകം, നമുക്കെന്ത് സ്വർഗ്ഗം? നമുക്ക് നരകമൊന്നും നമുക്കില്ലല്ലോ. പുതിയാപ്ല കാണാൻ പെണ്ണ് കാണാൻ വന്നു, പുതിയ പെണ്ണിനോട് സംസാരിച്ചു കുറെ നേരം. പുതിയ പെണ്ണ് ഓടിച്ചെന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഈ കല്യാണത്തിൽ ഞാൻ സമ്മതിക്കില്ല, ഇവൻ എന്നെ കെട്ടണ്ടാവും. ഉമ്മ ചോദിച്ചു, എന്തേ മോളെ? അവൻ എന്നോട് പറയാ നരകമൊന്നും ഇല്ലാന്ന് ചുമ്മാ. അപ്പൊ ഉമ്മ പറഞ്ഞു, അത്ര മോളെ എന്നാ നീ ഇവനെ തന്നെ കെട്ടാവും. അതെന്തുമ്മ? അവൻ നരകമില്ലാന്നല്ലേ പറഞ്ഞത്? നിന്നെ കെട്ടി 10 ദിവസം കഴിയുമ്പോൾ ആരെ പറയും നരകമുണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ നരകമില്ല, ഉണ്ടോ ഇല്ല കാര്യത്തിൽ നമ്മുടെ സന്ദേഹവാദികളാണ്. ഉണ്ടെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിലില്ല. ജവഹർലാൽ നെഹ്റു അതായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു നിരീശ്വരവാദി ആയിരുന്നില്ല, സന്ദേഹവാദിയായി. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കഷ്ടപ്പാട് പരലോകത്തെ. അല്ലാഹു പറഞ്ഞു, അല്ല, എല്ലാ കഷ്ടപ്പാടുകൾക്കും തിന്മകളുടെ വിഭാടകരായി നന്മയുടെ വക്താക്കളായി നിങ്ങൾ ഈ ജീവിതത്തിൽ പോരാടണമെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് വരാൻ ഞാൻ നീട്ടി പദ്ധതി പറയുന്നില്ല. ഖൈറുൽ കലാമി മാ കല്ലാവതല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയ സമ്പുഷ്ടവും അർത്ഥ വൈപുല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് അർത്ഥവാക്യം. യഥാർത്ഥത്തിൽ അപ്പൊ നമ്മുടെ ജീവിതം പോരാടാനുള്ളതാണ് അല്ലേ? ആണല്ലോ. ഖുർആൻ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞു, ആരോടാ പോരാടേണ്ടത്? പോരാട്ടം തീർച്ചയായും ശത്രുവിനോട് ആണല്ലോ. മിത്രത്തിനോട് ആരെങ്കിലും പോരാടുമോ? സ്വാഭാവികമായി ഒരാളുടെ പോരാട്ടവും ഒരാളുടെ സമരവും ആരോടാ? ശത്രുവിനോട്. ആരാ നമ്മുടെ ശത്രു? പറയും, നമ്മുടെ ശത്രു ആരാ? ഇബ്ലീസ്. നമ്മളെല്ലാവരും കുറെ നാളായിട്ട് കണ്ടുവച്ചിരിക്കുന്ന റെഡിമെയ്ഡ് മറുപടിയാണിത്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാ? ഇബ്ലീസ്. നമ്മളത് പ്രതിഷ്ഠിച്ചിരിക്കുക ഇബ്ലീസിനെ. വ്യഭിചരിച്ച് വന്നവനോട് ചോദിച്ചാൽ എന്നാലും ചെയ്തിട്ട് അതാണ് ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു. ആ സമയത്ത് ഇബ്ലീസ് ചതിച്ചതാരാ?
കള്ളു കുടിച്ചവനോട് എന്തേ കള്ളു കുടിച്ചത്? ഞാൻ കുടിക്കാൻ പോയതല്ല. പക്ഷേ ആ സമയത്ത് ആ ലേനത്താക്കപ്പെട്ടവൻ എന്നെ ചതിച്ചു. ഇവൻ കുടിച്ചതിൽ ഇവന് പങ്കുണ്ടോ? ഉണ്ടോ? നമ്മൾ പ്രതിഷ്ഠാസ്ഥാനത്ത് വെച്ച ഒരു സ്വാഭാവിക ശത്രുവാണ് ഇബ്ലീസ്. ആന്റി ക്ലോക്ക് വൈസ് ഘടികാരത്തിന്റെ സൂര്യൻ പുറകോട്ട് കറക്കുകയാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിൽ. യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇബ്ലീസ് ആണോ? അല്ല. പിന്നെ ആരാ? ആദ്യത്തെ ശത്രു നമ്മളാണ്. ശത്രുവിനെ കാണണമെങ്കിൽ വീട്ടിൽ പോയിട്ട് കണ്ണാടി നോക്കി. ആദ്യത്തെ ശത്രുവാരാ? ഏറ്റവും വലിയ പോരാട്ടമാരോടാ? ഏറ്റവും വലിയ പോരാട്ടമാരോടാണ് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാതരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് യുദ്ധത്തിന് കൈകാലുകൾ മുഴുവനും മുറിവേറ്റ് രക്തം മുഴുവനും കടം തള്ളിയാത്തൊടുകി പച്ചമാംസത്തിൽ മുറിവേറ്റ ശരീരവുമായി സഹാബത്തുകളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാ. മാസങ്ങളായി പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ജിഹാദിന്റെ പടനിലങ്ങളിൽ യുദ്ധം ചെയ്ത് കൈകാലുകളെ വെട്ടിമറിക്കപ്പെട്ട വേദന സഹിക്കാൻ വേണ്ടിയാണ് മരുപ്പറമ്പിലൂടെ യാത്ര ചെയ്യവേ നടന്നു പോയ സഹാബത്ത് മുറിവുകാലത്താൽ ക്ഷീണിച്ചുകൊണ്ട് മരുപ്പറമ്പിൽ വിശ്രമിക്കാനൊരുങ്ങുമ്പോ ആ സമയത്താണ് ലോകത്തിന്റെ നായകന്റെ മറുപടി വന്നിട്ട് സഹാബ ഏറ്റവും ചെറിയ യുദ്ധ പോരാട്ടം കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ പോരാട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാ. കൽപുരപ്പെട്ടു പോയി അങ്ങാണ് തിരുവൂടല്. ഏറ്റവും ചെറിയ യുദ്ധത്തിന് ശേഷം നമ്മളൊരു വലിയ യുദ്ധത്തിലേക്ക് തിരിച്ചു പോവുകയാണ് സഹാബ. കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ട ഘോര യുദ്ധത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകവേ ഇതേവരെ നടന്ന ധർമ്മസമരം ഏറ്റവും ചെറുതാണെന്ന് തങ്ങളോട് നിസ്സാരപ്പെടുത്തിയ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്തിനോട് യാ റസൂലല്ലാഹ് മൽ ജിഹാദുൽ അക്ബർ യാ റസൂലല്ലാഹ് ഏറ്റവും വലിയ പോരാട്ടം ഏതാണ് നബിയേ? ആ സമയത്താണ് റസൂൽ ലോകത്തോട് പറഞ്ഞത് നമ്മളാരും വായ്ത്താരി കൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ടവർ യഥാർത്ഥ ശത്രുക്കളല്ല. യഥാർത്ഥ ശത്രുവാരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബ നിങ്ങളുടെ ശരീരത്തോട് പോരാട്ടം നടത്തുക. ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ നഫ്സാണ്, 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 നഫ്സാണ്. ലോകത്തിന്റെ മുത്ത് ആദർശത്തിന്റെ സത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത്തെ ശത്രുവാണെന്നറിയോ സഹോദരങ്ങളെ? ശരീരമാ. ഈ നഫ്സിനോട് ധർമ്മസമരം നടത്താൻ അത്യാഗ്രഹത്തിന്റെ അശ്ലീലത്തിന്റെ ആപാത്തതയില്ലായ്മയുടെ ആസുരഭാവത്തിലേക്ക് ആത്മാവിന്റെ ആശ്ലേഷണത്തെ കൊണ്ടുപോകുന്ന ഈ ശരീരത്തോട് പടപൊരുടാൻ സ്വന്തം ശരീരത്തെ ഒന്നാമത്തെ ശത്രുവാ. ഇൻഷാ അല്ലാഹ് ഖുർആൻ 3 ശത്രുവിനെയാണ് നമ്മോട് പറയുക. അതിലാദ്യമായി ഖുർആൻ നിന്റെ ശരീരമാണ്, നിന്റെ ശരീരമാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലേക്ക് നിന്റെ മോഹങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന, പടച്ചറപ്പിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഈ ശരീരത്തെ ഏത് സമയത്ത് നീ പോരാട്ടത്തിലൂടെ കീഴ്പ്പെടുത്തുന്നുവോ അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ, അതുകൊണ്ടാണല്ലോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തെയാണ് നിയന്ത്രിക്കേണ്ടതെന്ന വിശുദ്ധമായ ഖുർആന്റെ ഏറ്റവും വലിയ ആയത്തിറങ്ങിയത് ആരുടെ പേരിലാ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ ദിവസവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സേവകനുണ്ട്. എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വിശപ്പാണ്. ഭക്ഷണവുമായി വരുന്ന സേവകനെ കാണുന്നില്ല. വല്ലാത്ത വിശപ്പിന്റെ വിളിയിൽ ഇങ്ങനെ ഇരിക്കവേ സേവകൻ വന്ന് 2 കാരക്ക കൊടുത്തു. ഏത് സമയത്ത് കാരക്ക കൊടുത്താണ് ചോദിക്കും ഇത് എവിടെ നിന്ന് കിട്ടി, ആര് തന്നത്, ഹലാലാണോ ഹറാമാണോ? ചോദിക്കാതെ കഴിക്കാറില്ല അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ആ സമയത്ത് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് 2 കാരക്ക കടിച്ചു. സേവകൻ ചോദിച്ചു അമീറുൽ മുഅ്മിനീൻ ഏത് സമയത്ത് ഭക്ഷണം നിന്നാലും ഇത് എവിടെ നിന്നാണ്, ഹലാലാണോ ഹറാമാണോ എന്ന് താങ്കൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ മാത്രം ചോദിച്ചില്ലല്ലോ. അവസരത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആല ഞെട്ടിപ്പോയി. അല്ലാഹുവേ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അറിയാതെ തിന്നുപോയതാണ്. സേവക ഇത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത്? സേവകന്റെ മറുപടി ഇന്നത്തെ ദിവസം
നിങ്ങൾക്ക് ഭക്ഷണം എടുക്കാനൊരു ദീർഘം എന്റെ കയ്യിൽ കിട്ടിയില്ല. അങ്ങനെ ഞാൻ പല സ്ഥലത്തോടെയും മലഞ്ഞു നടന്നിട്ടൊരു ദീർഘം കിട്ടാട് അവസാനം നിരാശയോടെ തിരിച്ചു വരവേണ്ട മനസ്സിലെനിക്കൊരു ചിന്തയുണ്ടായി. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കൈവാലയത്തിന്റെ പൂജാരിയായിരുന്നു. അന്ന് ആളുകൾ വിഗ്രഹത്തിന് നേർച്ചയായി കൊണ്ടുവരുന്ന കാണിക്കയിടുന്ന ദീർഘമകളുണ്ട്. ആ ദീർഘമകളെ പലപ്പോഴും ചില ദീർഘമകൾ എടുത്തിട്ട് മോട്ടിച്ചിട്ട് ഞാൻ എന്റെ സഞ്ചിയിലിടാറുണ്ട്. ആ പണയ സഞ്ചി പോയി ഞാൻ നോക്കിയപ്പോ ആ സഞ്ചിയിൽ എന്റെ ദീർഘം കിടക്കുന്നുണ്ട്. ആ ദീർഘം കൊണ്ടാണ് നിങ്ങൾക്ക് കാരക്ക വാങ്ങിച്ച് തന്നതെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു തആല ചിന്തിച്ചു പോയി. അല്ലാഹുവേ, ഒന്നാമത്തെ കാര്യം ഇത് ശിർക്കിന്റെ പൈസയാണ്. രണ്ടാമത്തേത് ഈ ചെയ്തതാണെങ്കിലോ ഹറാമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല ഞെട്ടിത്തെറിച്ചു പോയി. പടച്ച റബ്ബേ, എന്റെ ആമാശയത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഹറാമ കടന്നു എന്നറിഞ്ഞപ്പോ ലോകചരിത്രത്തിന് നിസ്തുലമായ ചരിത്രം പിറന്നത്. ലോകത്തൊരാൾക്കും സാധിക്കാൻ പറ്റാത്ത വിപ്ലവം നടന്നത്. തന്റെ വിരലുകളെ തൊണ്ടക്കുടിയിലോട്ട് കുത്തിയിറക്കിയിട്ട് ആമാശയത്തിന്റെ ഉള്ളിലുള്ളത് മുഴുവനും വെളിയിലോട്ട് തള്ളിച്ചു. അവസാനം ഒന്നും ചന്തിക്കാണില്ലാതെ രക്തം കത്തിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല താഴെയിരുന്നുണ്ട്. അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, എന്റെ നഫ്സെന്നോട് ആവശ്യപ്പെട്ടപ്പോ വിശപ്പ് കൊണ്ട് എന്റെ കാലൊക്കെ നിന്നുപോയി. അത് നിശ്ചിതമാണെന്നറിഞ്ഞപ്പോ കഴിയുന്നിടത്തോളം അബൂബക്കർ വെളിയിലേക്ക് ചന്ദിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എന്റെ ഞരമ്പിലോ എന്റെ ആമാശയത്തിലോ ഏതെങ്കിലും ഈ ഭക്ഷണത്തിന്റെ ഒരൽപ്പം പറ്റിപ്പിടിച്ചാൽ എനിക്കത് വെളിയിലേക്ക് തരാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്നെ വിശപ്പിന്റെ സമയത്ത് ചോദിച്ചപ്പോൾ എന്റെ കാരക്കൽ എന്നതിന്റെ പേര് ആ സമയത്ത് മദീനയിൽ നിന്നിട്ട് രക്തം വെളിയിലോട്ട് വരികയാ. പൊട്ടിക്കരയുമ്പോഴാണ് ആ സമയത്താണ് നഫ്സിനെ കുറിച്ചുള്ള ഏറ്റവും ന്യായത്തിറങ്ങിയത്. പൊട്ടിക്കരന്നുകൊണ്ട് രക്തം വെളിയിലോട്ട് വരുമ്പോ സഹാബത്ത് പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു രക്തം ചതിച്ചു മരിച്ചു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി. ആ സമയത്താണ് രണ്ട് കാലൊക്കെ വയറ്റിനുള്ളിൽ പോയതിന്റെ പേര് രക്തം ഛർദ്ദിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോഴാണ് അതാകെ ലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. നബിയേ, മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹന നഫ്സ അനിൽ ഹവാ فإن الجنة هي المأوى وأما من خاف مقام ربه. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പള്ളക്കുള്ളിലേക്ക് പട്ടച്ചാറായോ കറയെ ചെട്ടിപ്പിടിച്ചത് കയറും, വെള്ളൈസി കയറും, പലിശയും കയറും, ആരെ പട്ടിച്ചടും വെട്ടിച്ചടും കയറും, വസ്തു കച്ചവടം നടത്തിയിട്ട് ഇടയ്ക്ക് നിന്നിട്ട് തോണ്ടിയിട്ട് മേടിച്ച ലാഭവും കയറും. പൊന്നുമോനെ, ഏത് പള്ളക്കുള്ളിൽ പച്ചക്ക് ദഹിച്ചു പോകുന്നവനെ എന്തേ പടച്ചിറപ്പിനെ പേടിയില്ല. ഏകനായ പടച്ചിറപ്പിന്റെ മുമ്പിൽ നിൽക്കണമെന്നുള്ള പേടി വന്ന അതുകൊണ്ടാണല്ലോ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോ ഇമാമ പൊട്ടിക്കരഞ്ഞിട്ട് ബോധം കെട്ട് താഴെ വീണത്. ഒരേ ഒരായത്തോടിയപ്പോ ഒരു സൂറത്തോടിയില്ല, യാസീനോഹിയില്ല. സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുകയാണ്. ഒരൊറ്റായത്തോടിയപ്പോ ബോധരഹിതനായി പേടിച്ച് വിറച്ച് താഴെ പോയി. ഏഴായത്തെന്നറിയോ? യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം. രണ്ടാമതൊരായത്തോടിയില്ല, പരലോകം പറഞ്ഞില്ല, ഹിസാബ് പറഞ്ഞില്ല, സിറാത്ത് പറഞ്ഞില്ല, നരകം പറഞ്ഞില്ല. പടച്ചറപ്പിന്റെ മുമ്പിൽ കൈ കെട്ടിയിട്ട് നിൽക്കുന്ന ദിവസം ബോധം കെട്ട് താഴെ വീണു ഇമാം. ആരാ ഇമാം എന്നറിയോ? ഓ ഇമാമാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കണമെന്ന ബോധമില്ല, സിറാത്തിന് നടക്കണമെന്നുള്ള ബോധമില്ല. ഏഴ് മാറി വലിച്ചു തിന്നുമ്പോ പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസത്തെ ഭയപ്പെടുകയും
ശരീരത്തെ അതിന്റെ ഇച്ഛയിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്താൽ അവനാണ് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ബോധം തരട്ടെ. ഇതാണ് ബോധം. ഏത് ബോധം? ഇതാണ് ബോധം. ബോധം എന്ന് പറഞ്ഞാൽ ഏത് ബോധമാ? ഈ സർക്കാരിന് 2 ഭൂരിപക്ഷമേ ഉള്ളൂ. കിട്ടിയ സമയത്ത് പരമാവധി. അതല്ല ബോധം. അത് ബോധമില്ലായ്മയാണ്. ഏറ്റവും വലിയ സുബോധം എന്റെ ഉള്ളിലിത്തിരി പോയി അത് വെളിയിലോട്ട് കളയണമില്ലെങ്കിൽ പടച്ചോനെ ആമാശയത്തിപ്പോയി ഞാൻ എന്ത് ചെയ്യും? നമുക്ക് ഏത് ലഹിക്കും? ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി പറഞ്ഞു തരട്ടെ. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി പറഞ്ഞു തരട്ടെ. നിങ്ങൾ എന്ത് മനുഷ്യന്മാർ അലാവുദ്ദീൻ അത്ഭുത വിളക്ക് തരട്ടെ എന്ന് വെച്ചാൽ വേണ്ടെന്ന്. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി നമ്മൾ എപ്പോഴും കുറുക്കുവഴിയല്ലേ നോക്കൂ. ഇപ്പൊ ഇവിടുന്ന് കൈതോടുന്ന് നേരെ നമുക്ക് പാരിപ്പള്ളിയിൽ ഇറങ്ങണം. പോണ വഴിക്ക് ഒരാൾ പറഞ്ഞു ഇതിലേ പോയ 2 കിലോമീറ്റർ ലാഭമുള്ള കുറുക്കുവഴി ഉണ്ടെന്ന്. നമ്മൾ ഇതിലേ പോകും. ഇപ്പൊ പോണത് എം എ യൂസുഫിനെ ആണെങ്കിലും 2 കിലോമീറ്റർ കുറുക്ക് വഴി കിട്ടിയ 2 കിലോമീറ്റർ ലാഭം കിട്ടിയാൽ മിക്കവാറും 5 റുപ്യ ലാഭം കിട്ടും. എന്നാലും അങ്ങനെയല്ലേ പോകും? അല്ലേ ഞാൻ നേരെ വഴി കൂടെ പോകുള്ളൂ. അത് ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. പിന്നല്ലേ ഇപ്പൊ റോട്ടിൽ കൂടെ ഉണ്ടാകും. അങ്ങനെ ആരും പോകില്ലല്ലോ. ആരാണെങ്കിലും കുറുക്ക് വഴി സ്വർഗത്തിലേക്ക് ഒരൊറ്റ കുറുക്ക് വഴി പറഞ്ഞു തരട്ടെ. ഇതന്നെ وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ശരീരത്തെ പിടിച്ചെടുത്ത് ആദ്യത്തെ പോരാട്ടം ശരീരത്തിനോട്. ആദ്യത്തെ പോരാട്ടം. എല്ലാ ജനുവരി മാസം തണുപ്പ്. എന്റെ ചുമ ഇതുവരെ മാറിയിട്ടില്ല. എന്നാലും ഞാൻ എന്റെ സദസ്സിനോട് നീതി പുലർത്തി. വല്ലപ്പോഴൊക്കെ വന്നിട്ട് നമ്മളോട് എനിക്ക് വയ്യ, ചുമയാ, കഫ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അതും മറക്കുകയാണ്. ഒന്നാമത്തെ പോരാട്ടം 3 ശത്രുവിനെയാണ് ഖുർആൻ പറഞ്ഞത്. 3 പറയുമ്പോൾ നമ്മുടെ വിഷയം ചെയ്യും. ഇത് ആര് പറഞ്ഞ ശത്രുവ? യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി നമ്മുടെ ശത്രു ഒന്നുമില്ല. നമ്മുടെ യഥാർത്ഥ ശത്രു നരേന്ദ്രമോദിയാണ്. എന്താ മനുഷ്യന്മാരങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല. മുടി വരട്ടെ വരാതിരിക്കട്ടെ നമുക്കെന്താ. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറ്റവും നന്നായിട്ട് വളർന്നത് ഫിറഔന്റെ കൊട്ടാരത്തിലാണ്. ഫിറഔൻ വന്നാലേ ഇസ്ലാം വളരും. അങ്ങനെയാണ്. ഫിറഔന്റെ കൊട്ടാരത്തിലാണ് ഇസ്ലാം വളർന്നത്. മൂസയാന്ന് പറഞ്ഞിട്ട് 1000 പേരെ കൊല്ലുമ്പോ ഫിറഔന്റെ താടിയെ പിടിച്ചിട്ട് വലിക്കുമ്പോ ഫിറഔന്റെ കൊട്ടാരത്തിലാണ് മൂസ വളർന്നത് അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ചരിത്രം. വേറെ ഒരിടത്തും വളർന്നിട്ടില്ല. ഫിറഔൻ വന്നാലേ നമ്മൾ ആരാവും? മൂസയാ. ഇപ്പൊ കേന്ദ്രമെങ്ങാനും മുസ്ലിം ലീഗ് ഭരിച്ചാൽ നമുക്ക് ഈമാൻ ഉണ്ടാവും. എന്ന് പേടിക്കാൻ പേരിൽ നമ്മളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കും. ഫിറഔൻ വന്നാലേ നമ്മൾ മുസ്ലിം ആവും. ഇപ്പൊ ആളുകൾക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇസ്ലാം ശരിയാക്കുന്നു. അതാണ് അള്ളാഹുടെ തദ്ബീർ. അങ്ങനെ തദ്ബീരിന് അവരില്ലാഹി തഖ്ദിർ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മുഖം നന്നാവാത്തതിന് കണ്ണാടി എറിഞ്ഞെടുത്തിട്ട് കാര്യം. അവര് വന്നു വരാത്തതെന്നുള്ളതല്ല. നമ്മളിപ്പോഴും പിറ കണ്ടാൽ തന്നെ ഒരുത്തം കണ്ടാൽ മറ്റൊരുത്ത അടച്ചു വെക്കും. ഞാൻ കാണൂല, എനിക്കൊന്നും വരുന്നാൾ വേണ്ട. ആ രീതിയിൽ നമ്മുടെ അവസ്ഥ തോന്നിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ പ്രശ്നം ആരാ? നമ്മൾ തന്നെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് എല്ലാം നമുക്ക് ദഹിക്കും. ചിട്ടിപ്പൈസ ആണെങ്കിലും കുഴപ്പമില്ല, LIC ആണെങ്കിലും കുഴപ്പമില്ല, ഏത് ഹറാമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് ശരീരത്തിന്റെ ഉള്ളിൽ ഒന്നാമത്തെ പോരാട്ടം ഈ ശരീരത്തോട് നടത്തണം. അള്ളാഹുവേ, നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ പോകാവൂ എന്ന് നമ്മൾ തീരുമാനിക്കണം. നാളെ സ്വർഗ്ഗത്തിൽ ഒരു ദരജയുണ്ട്. 3 പേർക്ക് ആ ദരജ കിട്ടുകയില്ല. പറഞ്ഞു തരട്ടെ ആണുങ്ങളോട്, ഇങ്ങോട്ട് നോക്കും മോനെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരലോകത്ത് 3 ദരജകളുണ്ട് സ്വർഗ്ഗത്തിൽ. ആ ദരജ 3 ആളുകൾക്കല്ലാതെ 4-മതൊരാൾക്ക് കിട്ടില്ല. ഒന്നാമത്തെ ആൾ റഹ്മിന് വസൂൽ, കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്ന ആൾ. സഹോദരൻ പിണങ്ങിപ്പോയി, വാപ്പ പിണങ്ങിപ്പോയി, പെങ്ങൾ പിണങ്ങിപ്പോയി, ആ പിണക്കത്തിന്റെ വാടത്തിൽ നിൽക്കുന്നവരല്ല. അതിർത്തി തർക്കത്തിന്റെ പേരിൽ ആങ്ങൾ പെങ്ങന്മാരും വാപ്പയും മക്കളും മിണ്ടാതിരിക്കലല്ല. കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നവര് അവനാണ് സ്വർഗത്തിലെ
ഏറ്റവും വലിയ ദറജ മറ്റൊരാൾക്ക് കിട്ടില്ല. അള്ളാഹു ബന്ധങ്ങൾ ചേർക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ബന്ധങ്ങൾ ചേർക്കാൻ ഒന്ന് രണ്ട് നമുക്ക് ബന്ധം വലുതാണ്. ബന്ധം ചേർക്കാത്തവർ സ്വർഗത്തിലെത്തൂല. തഴമ്പുണ്ടായിട്ട് കാര്യമില്ല. തഴമ്പ് തക്കവയുടെ അടയാളമല്ലല്ലോ. തഴമ്പ് പാർക്കില്ലാത്തത് നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂരിൽ നിന്ന് ഒരുമാതിരി പാവുണ്ടോ എന്ന് പള്ളിയിൽ ഇട്ടിട്ടുണ്ട്. ഒരു 27 അവന് പോയ പിറ്റേ ദിവസം തഴമ്പ് ഉറപ്പാണ്. അത് അതിന്റെ അടയാളമല്ല. ഹൃദയബന്ധം ചേർക്കുക, കുടുംബ ബന്ധം ചേർക്കുക. രണ്ടാമത്തെ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, കേൾക്കാനൊക്കെ ഓരോരുത്തരോടും രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങാടി കടയിൽ പോയി പാറക്കോറിൽ പോയിട്ട് കരിങ്കല്ല് ചുമന്നിട്ട് വൈകുന്നേരം ഭാര്യ മക്കൾക്ക് ചോറ് കൊടുക്കുന്നവരെ, അങ്ങനെ പനവൂര് പോയിട്ട് ചപ്പത്തിച്ചാള എടുത്തുകൊണ്ടുവന്ന് തലയിൽ ചുമന്നിട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയാനാണ്, പരലോകത്ത് ചെല്ലുമ്പോ ഒരു പ്രതിഫലം നിനക്കുള്ളത് മറ്റൊരാൾക്ക് കിട്ടില്ല. അതാരെന്നറിയോ? കടബാധ്യത ഏറെയുണ്ട്, കഷ്ടപ്പാട് ഏറെയുണ്ട്, രോഗങ്ങൾ ഏറെയുണ്ട്. പക്ഷെ ഇന്നേവര് സ്വന്തം ഭാര്യ മക്കൾക്ക് ഹറാമ് കൊടുക്കാത്ത പ്രിയപ്പെട്ട ഗൃഹനാഥൻ, അവന് പ്രശ്നങ്ങളേറെയുണ്ട്, കടബാധ്യതയേറെയുണ്ട്. പക്ഷെ ഇന്നേവരെ അധ്വാനിച്ചതല്ലാതെ അവന്റെ ഭാര്യ മക്കളുടെ വയറ്റിനവൻ ഹറാമിനെ കൊടുത്തിട്ടില്ല. പൊന്നുമോനെ, ലോട്ടറി എടുത്താലും കിട്ടും, അറബിയെ പഠിച്ചാലും കിട്ടും. അത് നിന്റെ ഭാര്യ മക്കൾക്ക് കൊടുത്താൽ കത്തിക്കാളുന്ന നരകത്തെ നീ എന്തുകൊണ്ട് ഭയക്കുന്നില്ലെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ശരീരത്തിന്റെ മോഹത്തിന്റെ പുറകെ പോകരുത്. രണ്ടാമത്തെ ആൾ തന്റെ ഭാര്യക്കും മക്കൾക്കും ഒരു ഹറാമും തിരിക്കാത്തി. അള്ളാഹു നമ്മളവിടെ എത്തിക്കട്ടെ. മോനെ, വലിയ ഇബാദത്തൊക്കെ കുറവാണെങ്കിലും ജീവിതത്തിൽ ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ പിടിച്ചാൽ സ്വർഗത്തിലെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന്റെ പകുതി ഉടനെ സ്വർഗത്തിലെത്തിക്കാൻ ഒരു വഴിയാൻ പറഞ്ഞത് അതരട്ടെ. ഈ സാധനത്തെ സൂക്ഷിച്ചാൽ മതി. ഇത് നോക്കുന്നുണ്ടെങ്കിൽ ഇത് സൂക്ഷിച്ചാൽ നമ്മുടെ ഉടലിന്റെ പകുതി സ്വർഗത്തിൽ പോകും. ബാക്കി ഉടലിന്റെ പകുതി പിന്നെ നിസ്കാരം നോക്കുകൊണ്ട് കൊണ്ടുപോകും. ഇനി പകുതി ഉടൽ കയറിയാൽ തന്നെ അതിന് അതോടെ വെളിയിലാക്കുന്നത് ഈ സാധനമാണ്. ഇതിനെ അങ്ങോട്ട് സൂക്ഷിച്ചാൽ അതാ നബിതങ്ങൾ പറഞ്ഞത്, 2 കാര്യം എനിക്ക് ജാമ്യം തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നൽകും. ഒന്ന് നിങ്ങളുടെ നാക്ക്, മറ്റൊന്ന് നിങ്ങളുടെ മുഖ്യസ്ഥാനം. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നാറുണ്ട്, ഈ ഹദീസുകൾ കേട്ടില്ല, 2 കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ജാമ്യം നൽകിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നൽകാൻ പരലോകത്ത്. ഒന്ന് നാക്ക്, 2 മുഖ്യസ്ഥാനം. നാക്കും മുഖ്യസ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്താ? 2 അവയവാണല്ലോ ലഭ്യങ്ങൾ. ഇത് തമ്മിലുള്ള ബന്ധം എന്താ? മനുഷ്യന്മാരെ ചിന്തിച്ചാലല്ലേ വല്ലതും കിട്ടൂ. ഈ ഹദീസ് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടാണ്. ഈ ഹദീസ് നമുക്കെന്താ അങ്ങനെ ഹംല ചെയ്തുകൂടാ? ഇതിപ്പോ ബുഖാരിയിലോ മുസ്ലിമിലോ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഇത് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടുള്ള ഹദീസാണ്. മിസ്കോള് വരിക, സംസാരിക്കുക, വരിക. 17 വയസ്സുകാരുണ്ടാവും, 35 വയസ്സായി പോകും. അതാണ് നാക്കും മുഖ്യസ്ഥാനവും തമ്മിലുള്ള. അർത്ഥത്തിൽ അങ്ങനെ ആവാമല്ലോ. പണ്ഡിതന്മാര് ധാരാളം അല്ലേ, അങ്ങനെ ആവാമല്ലോ. യഥാർത്ഥത്തിൽ അതിലൂടെ 2 കാര്യം. അതുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിലെത്തി അള്ളാഹു എത്തിച്ചു തരുമാറാകുന്നത്. മൂന്നാമത്തെ ആൾ നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല, പറയണു. മൂന്നാമത്തെ ആൾ, അവന് നല്ല സമ്പത്തുള്ള സമയത്ത് നമ്മൾ അവന്റെ അടുക്കൽ പോയി അവൻ നമ്മളെ ആട്ടി ഓടിച്ചു. പിന്നീട് അവൻ പാപ്പരായി, ആ സമ്പത്ത് നമ്മുടെ കയ്യിൽ വന്നു. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് അവനെ സഹായിക്കുന്നു. അതെല്ലാവർക്കും പറ്റൂല. ഇതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. എന്തെങ്കിലുണ്ട്, നമ്മൾ പോയപ്പോ നാട്ടി ഓടിച്ചു. ഇപ്പോ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ അവൻ ഗതികേടിലാണ്. അപ്പൊ അവൻ അങ്ങോട്ട് പോയിട്ട് കൊടുക്കും. സ്വർഗത്തിൽ ഈ ദർജ 3 പേർക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ജീവിതത്തിൽ ശരീരത്തിൽ നഫ്സിനെ പിടിച്ചു കെട്ടിയവർക്കാണ്, നഫ്സിനോട് പോരാടിയവർക്കാണ് അള്ളാഹു സ്വർഗം കൊടുത്ത്. അള്ളാഹു സ്വർഗം തരട്ടെ. ഒന്നാമത്തെ ശത്രു നമ്മൾ എത്തിയിട്ടില്ല, സമയം തീരാറ്. അള്ളാഹു ആ സിഫത്ത് നമുക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നഫ്സിനെ പിടിച്ചു കിട്ടിയവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, 3 വിഭാഗം ആളുകൾ, 3
മൂന്ന് വിഭാഗം ആളുകൾ നാളെ പരലോകത്തവരെ പടച്ചറപ്പിന് മുമ്പിൽ പോകുമ്പോൾ അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കുകയില്ല. സൂര്യക്കൊടയിലൂടെ ഒട്ടകം അതിന്റെ മറുകര കടന്നാലും ഇവര് സ്വർഗത്തിൽ പോകുന്ന പ്രശ്നമേ ഇല്ല. വളരെ ഭയാനകരമായ ഹദീസാണ്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ ശരീരത്തിന്റെ ആട്ടത്തോട് വിട പറയുക, ഈ ശരീരത്തിന്റെ മോഹത്തോട് വിട പറയുക. ഏറ്റവും വലിയ ശരീരത്തിന്റെ മോഹത്തിന്റെ പുറകെ പോകല്ല പെങ്ങള്, ഔറത്ത് മറക്കാതെ നടക്കല്ല പെങ്ങള്. പച്ച പരിഷ്കാരിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വരല്ല പെങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, മൂന്ന് വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് ചെന്നാൽ പടച്ചറപ്പവന്റെ മുഖത്ത് നോക്കില്ല. സൂര്യക്കുടയിലൂടെ ഒട്ടകം അപ്പുറത്ത് പോയാലും ഇവര് സ്വർഗത്തിൽ കടക്കുകയില്ല. വൃദ്ധനായ വ്യഭിചാരി, വൃദ്ധനായ വ്യഭിചാരി താടി നരച്ചു, തലമുടി നരച്ചു, പക്ഷേ ശരീരത്തിന്റെ ഇതിനോടുള്ള ഒടുക്കത്ത മോഹം നിന്നിട്ടേയില്ല. മനസ്സിലായോ? താടി നരച്ചു, തലമുടി നരച്ചു, താടി തലമുടി നരച്ചു. ഇപ്പം മിക്കാളും നരയ്ക്കൂല, അത് ഗോദ്രേജിന്റെ മഹത്വനാണ്, അല്ലാതെ നരയ്ക്കാനിട്ടല്ല. യഥാർത്ഥത്തിൽ ശരീരത്തിന് ഒരു മോഹമൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, തെറ്റുകൾക്ക് പല പ്രതിഫലമാണ്. ഒരാൾ വിവാഹത്തിന് മുമ്പേ തെറ്റ് ചെയ്താലുള്ള ശിക്ഷയല്ല വിവാഹം കഴിഞ്ഞ് തെറ്റ് ചെയ്താൽ ഇരട്ടിയാണ്. 40 വിവാഹം കഴിഞ്ഞ് തെറ്റ് ചെയ്താൽ 40 വയസ്സ് വരെ തെറ്റ് ചെയ്താൽ 3 ഇരട്ടി. ഒരാൾ 40 കഴിഞ്ഞിട്ട് തെറ്റ് നിർത്തിയില്ല, 4 ഇരട്ടി ശിക്ഷ. 60 കഴിഞ്ഞിട്ട് നന്നായില്ലെങ്കിൽ പിന്നെ അവന്റെ കാര്യം പോകാം. ഓരോ പ്രായത്തിന്റെ ശിക്ഷ ഓരോ ശിക്ഷ. 60 ആകുമ്പോ അവന്റെ ഈ ശരീരത്തിന് മോഹമാണ്. നഫ്സ് എന്താ പറയാ? ഈ മോഹത്തിന് അവൻ കടിഞ്ഞാണിട്ടിട്ടില്ല. രണ്ടാമത്തെ പറയട്ടെ മനുഷ്യന്മാരെ, 2, 3. രണ്ടാമത്തേത് പെണ്ണ് കേൾക്കുക, മൂന്നാമത്തേത് ആണ് കേൾക്കുക. ഇത് പറയാതിരിക്കാൻ തരമില്ല. രണ്ടാമത്തേത് മറ്റാരുമല്ല, പുരുഷവേഷം ധരിച്ച പെണ്ണ്. പുരുഷവേഷം ധരിച്ച പെണ്ണ്, പുരുഷവേഷം ധരിച്ച പെണ്ണ്. ഇന്ന് നിസ്കാരത്തടമ്പുള്ള ഹാദിയാരുടെയും നാട്ടുപ്രമാണിയുടെയും 17 തികഞ്ഞ പെൺമക്കളെ കോളേജിൽ പോകുന്നത് ജീൻസ് ടീഷർട്ടും ഇട്ടിട്ടാ. യഥാർത്ഥത്തിൽ ഇത് പുരുഷന്റെ വേഷമാ. വാപ്പാക്ക് തഴമ്പിന് കുറവില്ല, വാപ്പാക്ക് ഏറ്റവും വലിയ പ്രതിപത്തിക്ക് കുറവില്ല. അവന്റെ പെൺമക്കളെ ഇറച്ചിക്കടയിലെ പോത്തിന്റെ കാല് തൂക്കിയിട്ടത് മാതിരി ഇറച്ചി കച്ചവടത്തിന് പോകുന്ന പെൺമക്കൾ എന്റെ ഭാഷ കടുത്തു പോയാൽ നിങ്ങൾ പുറമനൊന്നുമാക്കണം. പണ്ടൊക്കെ മലബാറിൽ കണ്ടാറേ അവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് വരികയാ. ഓരോ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പോകുമ്പോ വിവാഹച്ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകിട കളിക്കുന്ന സമുദായത്തിന് ആർഭാട കല്യാണത്തിന്റെ നടുവിൽ തീർച്ചയായിട്ടുമിട്ട് ഈ പെൺമക്കൾ മുഴുവനും അടിഞ്ഞാടുമ്പോ പൊന്നുമോളെ, നാളെ പരലോകത്ത് നീ പോയി നിൽക്കുമ്പോ പടച്ചറപ്പ് നിന്റെ മുഖത്തേക്ക് നോക്കുകയില്ല. അല്ലാഹു അവരോട് സംസാരിക്കില്ല. പടച്ചറപ്പ് അവരെ മുറന്നു കളയുമെന്ന്. എന്ന് മാത്രമല്ല, നീ സ്വർഗത്തിൽ കടക്കില്ല. 1, 2 മുത്തറച്ചിയ പുരുഷവേഷം ധരിച്ച പെണ്ണ്. അല്ലാഹു ബോധം തരട്ടെ. നോക്ക് മനുഷ്യന്മാരെ, അല്ലാഹു ബോധം തരട്ടെ. ഏതാണ് പുരുഷന്റെ വേഷം? ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങളിടുന്ന ഒരു വേഷമുണ്ട്. പറയാതിരിക്കൊരു വൃത്തിയില്ല. നിങ്ങൾക്ക് എന്നെ തുറച്ചു നോക്കേണ്ട ഒരു കാര്യമില്ല. എന്നെ തുറഞ്ഞു നോക്കണ്ട, പറഞ്ഞു തന്നെ പറയാനല്ലോ. ഇപ്പൊ ഒരു സൈസ് വേഷമുണ്ട് നമ്മുടെ പെണ്ണുങ്ങൾക്ക്. അതൊരുമാതിരി വലിയ ടൈപ്പ് വസ്ത്രമാണ്. അത് കാലോട്ട് അങ്ങോട്ട് വെക്കിയിട്ടാ മതി. എന്താ അതിന്റെ പേര്? പേരെന്താ? കഷ്ടം മുത്തക്കിങ്ങൾ അറിഞ്ഞൂടാ, പാവങ്ങൾ. നിങ്ങൾ പിന്നെ ഉടനോടെ സ്വർഗത്തില. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തിനാ വാദം പറയുന്നത്? നിങ്ങൾ അത്രയും വലിയ മുത്തക്കിങ്ങൾ ആരാ ഉള്ളത്? ഒരു ബനിയന്റെ വസ്ത്രം, ബനിയൻ പാന്റ് അതങ്ങോട്ട് കയറിയിട്ടിട്ടാൽ നമ്മുടെ ഇറച്ചിക്കടയിലൊക്കെ പോത്തിന്റെ കാല് തൂക്കിയിട്ടത് മാതിരി അവളുടെ തൊടയുടെയും കാലിന്റെയും വടിവതേ പിടിവാണ്. എന്റെ പേരെന്താ?
അതിന്റെ പേര് ലെഗിൻസ് അല്ല. ഈ അടുത്ത കാലത്ത് കേരളക്കരയിലേക്ക് പെൺകുട്ടികളുടെ ഏറ്റവും വലിയ വേഷത്തിന്റെ ആവാസന, അതിന്റെ പേര് ലെഗിൻസ് അല്ല. പൊന്നുപോലെയാ ലെഗിൻസ് തനി ഹറാമാ. ആ ലെഗിൻസ് തനി ഹറാമാ. കാരണം ഈ ലെഗിൻസ് ആരുടെ വേഷമെന്ന് നിനക്കറിയോ? വാരി വലിച്ചിട്ടിട്ട് പുരുഷന്റെ മുമ്പിലൂടെ മാംസ കച്ചവടത്തിന് നടന്നത് പോലെ പോകാറുണ്ട് പെങ്ങള്. ഓ, വേഷമാരുടെ വേഷമെന്നറിയോ? യൂറോപ്യൻ നഗരങ്ങളിലെ വേഷപ്പെണ്ണുങ്ങൾ അവര് വേഷങ്ങളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ധരിച്ച വസ്ത്രമാണ് ലെഗിൻസ്. അതെങ്ങനെയാണ് മാപ്പിള പെണ്ണിന്റെ വസ്ത്രമായി മാറിയത്? ഏത് കാലഘട്ടത്തിന്റെ ദുര്യോഗമാണ് പെങ്ങളെ? നാളെ പരലോകത്ത് അള്ളാഹു നിന്റെ മുഖത്ത് നോക്കില്ല. ആ ലെഗിൻസ് തനി ഹറാമാ. തുണിക്കച്ചവടക്കാരൻ എനിക്കെതിരെ പോസ്റ്റ് ഇട്ടാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാര്യത്തിൽ ലെഗിൻസ് യൂറോപ്പിലെ വേശ്യയുടെ വേഷമാണ്. അതങ്ങനെ മാപ്പിള പെണ്ണിന് വന്നു. തലകുനിക്കണ്ട, ഇപ്പൊ തലകുനിക്കണേണ്ട. പെണ്ണുങ്ങളൊക്കെ പലരും തലകുനിച്ചങ്ങട്. ഇതിപ്പോ പർദ്ദന്റെ ഉള്ളിലാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ ഇതിട്ടിട്ട് ഒരു ടീഷർട്ട് ഇട്ടിട്ട് നടക്കുക കണ്ടിട്ടില്ല? ഏതാണ്ട് മിക്ക മുസ്ലിം പെണ്ണുങ്ങളുടെയും അവസ്ഥ ഇന്നിപ്പോ ഇതാണ്. ജീൻസ് ടീഷർട്ട് ഇടുക. കല്യാണത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ കല്യാണം പെണ്ണുമായിട്ട് ഉറപ്പിച്ചതാണ്, മാറ്റി കല്യാണം. എന്റെ കല്യാണത്തിന്റെ തീയതി ഉറപ്പിച്ചപ്പോൾ അവള് പറഞ്ഞു എനിക്ക് ജീൻസ് ടീഷർട്ട് ഇടണമെന്ന്. ഞാൻ വേണ്ടെന്ന്. ഇതാണ് അവസ്ഥ ഇന്ന്. എല്ലാ മക്കളും ഉണ്ട് ഇതിനകത്ത്. താനി ഹറാമാണ്. ലെഗിൻസ് ഇടുക, ഒരു ടീഷർട്ട് ഇടുക, എന്നിട്ട് ഓടിക്കണം ഇങ്ങനെ നടക്കുക. പോണ ഈ പൂളയും പപ്പയും പറിച്ച കോഴി പണമാരി ആ രീതിയിൽ പോകുന്ന ആവാസത്തിന്റെ വസ്ത്രം. നിങ്ങൾ കൂടുതൽ ചിരിക്കുന്ന മനുഷ്യന്മാരെ മൂന്നാമത്തെ ആരെന്നറിയോ? അള്ളാഹു നാളെ പരലോകത്ത് നോക്കാത്ത മൂന്നാമത്തെ ആളാണ് പുരുഷന്മാര്. പൊട്ടിച്ചിരിക്കണ്ട. തന്റെ ഭാര്യ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് തന്റെ ഭാര്യ പെൺമക്കളെ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അത് നിസ്സാരമായി കാണുന്ന ഭർത്താവ്. മൂന്നാമത്തെ തന്റെ ഭാര്യയും തന്റെ പെൺമക്കളും ഇങ്ങനെയാണ് നടക്കുന്നതെന്നറിയാം. എന്നിട്ട് കാലം ഇതല്ലേ ഉസ്താദേ എന്ന് പറഞ്ഞ് അതിനെ ലാഘവത്വത്തോടെ കാണുന്ന ഭർത്താവ്. ഈ കോഞ്ഞാങ്കടിയാനോട് പറഞ്ഞു നിന്റെ ഭാര്യ മക്കൾ ഇങ്ങനെ നടക്കണേന്ന്. അവൻ പറഞ്ഞു കാലം ഇതൊക്കെയല്ലേ. ഇതിനെ നിസ്സാരമായി കാണുന്ന ഭർത്താവ് നാളെ പണച്ചറപ്പിന്റെ മുഖത്ത് നോക്കി. അതുകൊണ്ട് ആവാസത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് വിളിച്ചു. ശരീരത്തിന്റെ ഈ മോഹം, ശരീരത്തിന്റെ മോഹം വെളിയിൽ കാണിക്കാനാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയണ മനസ്സിലാവുന്നില്ല. ലെഗിൻസ് ഇട്ടുകൊണ്ട് പെണ്ണ് പോകുമ്പോഴേ മനസ്സിലാക്കിക്കോണം ഇത് യൂറോപ്പിലെ വേശ്യയിട്ട വസ്ത്രമാണ്. യൂറോപ്പിലെ വേശ്യയുടെ വസ്ത്രം കേരളത്തിന്റെ ഫാഷനായി മാറി. അങ്ങനെയാണല്ലോ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇപ്പൊ ഒരു വസ്ത്രവിധാനമുണ്ടല്ലോ. ഒരു ലോവസ്റ്റ് പാന്റ് താഴേക്ക് കൊണ്ട് പൂന്ന് കിടക്കും. അതിന്റെ മുകളിൽ ഏതാണ്ട് നമ്മുടെ പാരിപ്പള്ളി നാഷണൽ ഹൈവേയുടെ വീതിക്ക് അവന്റെ അടിവസ്ത്രത്തിന്റെ ഒരു ബാനർ ഉണ്ടാവും. നാണമില്ല കുട്ടികളെ, നാണമില്ല നിങ്ങൾക്ക്. ഏത് കല്യാണത്തിനും പോയി നോക്ക്. ഞാനിവിടെ അടുത്ത കല്യാണത്തിന് നിങ്ങൾ ചിരിച്ചത് ഞാൻ ഉത്തരവാദിയല്ല. യഥാർത്ഥത്തിൽ ഈ അടുത്ത സമയത്ത് കല്യാണത്തിന് നിക്കാഹിന് ഞാൻ സ്വീക പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ ആ സമയത്ത് അളിയനെ സ്വീകരിക്കാൻ പെണ്ണിന്റെ ആങ്ങളെ വന്നു. ഞാൻ പേടിച്ചുപോയി. മിക്കവാറും അവൻ അപ്പ് കൂടി പോകുന്നിരിക്കുന്നു. ഇന്ന് കുട്ടികൾ ബൈക്കിന്റെ പുറകിൽ ഈ കുട്ടികളിരുന്ന് പോയാൽ അതിന്റെ പുറകിൽ ഭാര്യാസമേതം കാറിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. കാരണം ബൈക്കിന്റെ പുറകിൽ നിൽക്കുന്ന ചെറുപ്പക്കാരുടെ വസ്ത്രം, അവന്റെ അടിവസ്ത്രം മേപ്പോട്ടാവുക, അവന്റെ പാന്റ് താഴെയൊക്കെ ടൈറ്റ് ആയി കിടക്കുന്ന ഒരു പാന്റ് ഇട്ടത് എങ്ങനെ കയറ്റിയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പ്ലംബർമാരും അതിന് PVC പൈപ്പ് ചൂടാക്കിയിട്ട് കയറുമാനില്ല. ആ സാധനം കയറ്റിയിടുക. എന്നിട്ട് ഇത് ആരുണ്ടാക്കിയ വസ്ത്രമാണ്? ചെറുപ്പക്കാരെ കുട്ടികളെ ഇല്ല, ഞാനിപ്പോ 10 പേരെ ഇതിൽ നിന്ന് ഇതാരുണ്ടാക്കിയ വസ്ത്രമാണ്? ലണ്ടനിലെ ജയിലുകളിൽ സ്വർഗരതിക്കാരായ ചെറുപ്പക്കാർ സ്വർഗരതിക്കാരാണ് എന്ന അടയാളത്തിൽ ധരിച്ച വസ്ത്രമാണ് ഈ വസ്ത്രം. ഈ വേശ്യകളുടെയും സ്വർഗാനുരാഗികളുടെയും വസ്ത്രം നിന്റെ ഫാഷനായി മാറി. ആദ്യമായിട്ട് അടിവസ്ത്രം മേപ്പോട്ടും വസ്ത്ര കീപ്പോട്ടുമാക്കിയത് ലണ്ടനിലെ ജയിലുകളിൽ, പാശ്ചാത്യന്റെ ജയിലിൽ താമസിച്ച അവിടുത്തെ സ്വർഗാനുരാഗികൾ നിങ്ങൾ സ്വർഗരതിയുടെ താല്പര്യമുള്ളവരാണ് എന്ന് പറഞ്ഞ ആ സിംബോളിക്കാണ് ഇന്ന് നമ്മുടെ മക്കൾ. ഇനി നിങ്ങളുടെ മക്കൾ ഇത് ഇടണം വേണം നിങ്ങൾ തീരുമാനിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വാത് പറയാൻ വന്നെങ്കിൽ കാര്യങ്ങൾ പറയാനാണ്. അല്ല കബറും കഫങ്ങനെയും പറഞ്ഞിട്ട് നിങ്ങളെ കരയിപ്പിക്കാനാണെങ്കിൽ എനിക്ക് വളരെ എളുപ്പമുണ്ട്. അത് കേട്ടിട്ട് കരയാൻ നമ്മുടെ കൽബിന് കഴിയാത്തതാണ്. എങ്ങനെ
അതുകൊണ്ട് ചെറുപ്പക്കാരെ, നിങ്ങൾ കേൾക്കുന്നവരെങ്കിലും ഈ ആവാസത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് പിന്മാറും. ഇതൊക്കെ ശരീരത്തിന്റെ ഒരുമാതിരി മോഹമാണ്. ആദ്യത്തെ പോരാട്ടം ശരീരത്തിനോട്. അല്ലാഹു നമുക്ക് ആ ബോധം നൽകുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട 3 പറഞ്ഞിട്ടല്ലേ പോകാൻ പറ്റില്ല. വിഷയത്തിലില്ല. എത്ര മണിക്കാ മോനെ അവസാനിക്കുക? എത്ര? 1 മണി സുബഹിക്ക്. 10:10 ആയിക്കോട്ടെ. നല്ല പരിപാടിയാണ്. ഈ ആനയുടെ പിണ്ടം കണ്ടിട്ട് ആന പിണ്ട ഇടുമ്പോ ആളുകൾ വിചാരിക്കുക എന്താ ഇതിന്റെ വലിപ്പം, ഇത് ഇടണ പാട് ആനയ്ക്കെന്നെ അറിയും. എന്നാലും നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്, പക്ഷെ ഇത് ചങ്കും തമ്മിൽ പോണ വസ്തുവാണ്. ഏതായാലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വന്നസു തഅജുദുൻ ബിസിലാഹി മാ ഫസദാ. ഇമാം ബുസൂരി അല്ലാഹു അങ്ങേ അനുഗ്രഹിക്കട്ടെ. അന്നസു കത്തിഫിരീൻ തുമിലഹു സബ്ബാല റബ്ബിർനാടി ബൈന തുഫ്തിനുഹു യൻഫതിനി. ഈ ശരീരത്തെ കടിച്ചായിട്ടില്ലെങ്കിൽ പടച്ചറപ്പിന്റെ സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ആ സ്വർഗത്തിന്റെ കവാടം നമ്മുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോകും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ട് ശരീരത്തിനെതിരെ പോരാട്ടം നടത്തി ലാഭ കച്ചവടം നടത്തണം. അറിവല്ലോ ബഹുമാനപ്പെട്ട ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് ഹിജ്റ പോവുകയാ. സ്വന്തം നാടിനോടും വീടിനോടും വിട പറഞ്ഞ മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പോകവേ ബഹുമാനപ്പെട്ട സിനാൻ റളിയല്ലാഹു തആല ഹിജ്റ പോവാൻ തയ്യാറെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് പോയി കഴിഞ്ഞു. മക്കയുടെ ഏറ്റവും വലിയ പരിമളം പോവുകയാണ്. പാരിജാതത്തിന്റെ പരിമളത്തെക്കാൾ സുഗന്ധം നൽകിയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ യകീതി കി ഗർ ആകർ ഹലീമാ മേരാ ദിൽ में खैरुल वरा आ गया है ये खेती के घर घर आकर हलीमा मेरा घर में खैरुल वरा आ गया है. മദീനയുടെ മറുഭാഗത്തുള്ള പട്ടിണി വീട്ടിലുണ്ട്. മക്കത്തേക്ക് ഒരു കുട്ടിക്ക് പാല് കൊടുക്കാൻ പോയപ്പോ പട്ടിണി പാപമായ ആമിനയുടെ പൊന്നുമോനിനെ മുത്തിനെ മാറിയെടുത്ത് മടിത്തട്ടിലെത്തി മദീനയിലേക്ക് തിരിച്ചു വരവേ സ്വന്തം മടിത്തട്ടിലേക്ക് പ്രിയപ്പെട്ട പൊന്നുമോനെ മലത്തിക്കിടത്തി മുലപ്പാല് കൊടുക്കുമ്പോ എത്ര വലിയൊരു സ്ഥാനമാണ് ഹലീമക്ക്. പിന്നെ ഹലീമ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രകൃതിയുടെ നായകനെ മുലയൂട്ടി വളർത്തുന്ന സഹോദരങ്ങളെ, ഹലീമത്തെ സരിയാളം മടിയിൽ കിടന്ന് മുലയൂട്ടുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുലകുടി പ്രായത്തിൽ പോലും ഒരേ ഒരു സ്ഥലത്ത് നിന്നല്ലാതെ പാല് കുടിച്ചിട്ടേയില്ല. ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ സ്ഥലമെടുത്തിട്ടല്ല റസൂലിന്റെ ചെഞ്ചുണ്ടിലേക്ക് വെച്ചു കൊടുത്താൽ, ആ പഞ്ചപുടക പൂത്തേനിതൾ അതരത്തിലേക്ക് വെച്ചു കൊടുത്താൽ ആ സ്ഥലത്ത് നിന്ന് പിന്നീട് മുലപ്പാൽ കുടിച്ചിട്ടില്ല. എന്നറിയുമോ? ഹലീമ സഅദിയ്യ റളിയല്ലാഹു അൻഹു വേറൊരു മോൻ കൂടിയുണ്ട്. 2 സ്ഥലത്തിൽ നിന്ന് താൻ പാല് കുടിച്ചാൽ മറ്റേ കുട്ടി പട്ടിണിയാകുമല്ലോ എന്നോർത്തിട്ട് മുലപ്പാൽ കുടിക്കുന്ന സമയത്ത് പോലും തന്റെ ശരീരത്തെ തന്നെ നെഫ്സിനെ പിടിച്ചു നിർത്തി ലോകത്തിന്റെ മുത്തി ആദർശത്തിന്റെ സത്തേ ആമിനയുടെ പൊന്നുമോനെ ഫഹ്മീ വസിനി വാഖിറുദ് ഇൻഷാ അല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ പ്രവാചക പുങ്കവരുടെ പരിശുദ്ധിയുടെ പ്രബന്ധത്തിന്റെ തിരുപ്പിറവിയുടെ ആഭരണങ്ങൾ പാടി പ്രകറ്റുന്ന ഒരു റബീന്റെ പൊന്നം പിടിത്തിങ്കൽ കലയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏത് പറഞ്ഞിട്ടാണ് മധു പറഞ്ഞു മുടിയുമോ? സുജായി പറഞ്ഞതുപോലെ മദനമന മുടി അടകും നബിയുടെ മധുകുമുര ചെയ്തു മുടിയുമോ? മദനമന മുടി അടകും നബിയുടെ മധുകുമുര ചെയ്തു മുടിയുമോ? ഈ പ്രവാചകന്റെ പരിമളങ്ങൾ പാരിജാതത്തിന്റെ പരിമളത്തെക്കാൾ വലിയ ഈ പരിശുദ്ധിയുടെ പരിപാലനത്തെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു അവസാനിപ്പിക്കുക? മദീനയിലേക്ക് പാരായണം ചെയ്തു പോകവേ സിനാൻ റളിയല്ലാഹു തആല തന്റെ ഒട്ടകപ്പുറത്ത് കടന്നു വന്ന് മുത്തിന്റെ പുറകെ പോകാൻ മക്കാ ഖുറൈശികൾ പിടിച്ചു
നിർത്തിയിട്ട് പറഞ്ഞു, സിനാനെ ഞാനുണ്ട്. മുത്തിന്റെ പുറകെ പോവുകയാണ് മദീനയിലേക്ക്. ആ സമയത്ത് സിനാനെ പിടിച്ചു നീട്ടിയിട്ട്, സിനാൻ, ഈ നിന്റെ സമ്പാദ്യം മുഴുവനും ഈ മക്കയിൽ വന്നിട്ട് നീ സമ്പാദിച്ചതാണ്. അതുകൊണ്ട് ഈ സമ്പാദ്യം മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് പോയിക്കൊള്ളുക. സഹോദരങ്ങളെ, ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹം പണത്തിനോടാണത്. ഒരു പുരുഷായുസ് കൊണ്ട് താൻ സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ സിനാൻ റളിയല്ലാഹു തആല ചിന്തിച്ചത് എന്തെന്നറിയുമോ? വരിദുവാനും മിനല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ തൃപ്തിയല്ലേ വലുത്. സമ്പാദ്യം മുഴുവനും മക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. ഒട്ടകപ്പുറത്ത് പോകാനൊരുങ്ങവേ അബൂജഹൽ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, സിനാൻ, ഈ ഒട്ടകവും മക്കയിലെ സമ്പാദ്യമാണ്. മദീനയിലേക്ക് പോകുന്നുവെങ്കിൽ ഈ ഒട്ടകത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറയവേ, ഒട്ടകത്തെയും ഉപേക്ഷിച്ച് ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയുടെ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് ഒട്ടകത്തെയും വിട്ട് 450 കിലോമീറ്റർ കാൽനടയായി നടന്നു പോയ മഹാനായ സ്വഹാബിയാണ് സിനാൻ റളിയല്ലാഹു അൻഹു. മരുപ്പറമ്പിന്റെ മുകളിലൂടെ, ചുറ്റുപടുത്ത മണലാരണ്യത്തിന്റെ മുകളിലൂടെ തന്റെ ഒട്ടകത്തെയും ഒരു പുരുഷായുസിന്റെ സമ്പത്ത് ഉപേക്ഷിച്ചിട്ട് തന്റെ ശരീരമല്ലല്ലോ അല്ലാഹുവിന്റെ തൃപ്തിയാണ് വലുത്. നടന്ന് 450 കിലോമീറ്റർ നടന്ന് മരുപ്പറമ്പിലൂടെ കാലിടേന് മദീനയിലെത്തി സിനാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ് നടന്നു വരുന്ന സിനാനിന്, മരുപ്പറമ്പിലൂടെ നടന്നു വരുന്ന സിനാനിന്. ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കവയത്തടത്തിലൂടെ കണ്ണുനീരെ തടം തന്നെയാ തുടങ്ങി. സിനാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേ ഓടി ചെല്ലുമ്പോൾ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരേ ഒരു വാക്ക് ഈ സദസ്സിന്റെ അവസാനം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ശരീരത്തെ പിടിച്ചു നിർത്തണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിനാനെ, സിനാനെ, ഒരു പുരുഷായുസിന്റെ സംബന്ധം തന്റെ ഏകമാർഗമായ ഒട്ടകവും വലിച്ചെറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ഭൂമേനിയുടെ പുറകെ നടന്ന സിനാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് കയ്യിലൊന്നുമില്ലാതെ വരവേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിനാനെ, 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 തിജാറതുക യാ സിനാൻ. ലോകചരിത്രത്തിൽ ഇതേപോലെ ഒരു വാക്ക് കേട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിനാനെ, തിജാറതുക യാ സിനാൻ, തിജാറതുക യാ സിനാൻ. സിനാനെ, നീ ഇന്ന് ചെയ്ത കച്ചവടം നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ലാഭകരമായ കച്ചവടമാണ് സിനാൻ. സിനാൻ റളിയല്ലാഹു തആല നെട്ടിത്തെറിച്ചു പോയി നബിയെ. ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ വലിച്ചെറിഞ്ഞിട്ട് വെറും കൈയോടെ വരുമ്പോ എനിക്കിന്ന് നഷ്ടമാണ് നബിയെ, നഷ്ടമാണ് നബിയെ. അഖിലത്തിന്റെ സമസ്താവേ, ഇത് ഹൃദയത്തിന്റെ കണക്ക് മുട്ടുന്നവന് മനസ്സിലാവില്ല. പിന്നെങ്ങനെ എന്റെ കച്ചവടം ലാഭമാകും നബിയെ? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സിനാനെ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, പടച്ചിറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി നിന്റെ ശരീരത്തിന്റെ മോഹമായ സമ്പത്തിനെയും ഒട്ടകത്തെയും ഉപേക്ഷിച്ചിട്ട് വെറും കൈയോടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നീ വരാനൊരുങ്ങവേ ആകാശത്തിൽ നിന്ന് ജിബ്രീൽ വന്നു, സിനാൻ, നിന്റെ പേരിലായ തടങ്ങി സിനാൻ. വെറും കൈയുമായി മക്കയിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുമ്പോ നിന്റെ പേരിലായ തടങ്ങി സിനാൻ. എന്തേ നബിയെ? ആ സമയത്താണ് റസൂൽ ഓതി കേൾപ്പിച്ചത്, വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ബിത്തിഗാ മറളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. വമിനന്നാസി, ചില മനുഷ്യരുണ്ട്, അല്ലാഹു നമ്മളെ അതിന് പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട വിരുദ്ധകളുടെ ചിന്താശേഷി പണയപ്പെടുത്തി അന്ധവിശ്വാസത്തിന്റെയും വിരാരാധനയും പള്ളിമേടകൾ ഉറക്കം നടച്ച് ഏതെങ്കിലും പെണ്ണുപോയി ചുംബനത്തിന് വിളിച്ചാൽ അവളുടെ പവിടാതരങ്ങളിൽ എന്റെ ചുണ്ടു ചേർത്ത് വെച്ചിട്ട് ജീവിതത്തിന്റെ രതിസുകരം പകരുന്ന ചുംബന സമരത്തിന്റെ ആധുനിക വറ്റാക്കലല്ല. ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ട്, അവരേത് ചെറുപ്പക്കാരെന്നറിയോ? ചൂണ്ടിക്കാണിക്കുന്ന എതിരാളിയുടെ പള്ളയിലേക്ക് പിച്ചാത്തിപ്പിടി കുത്തിക്കയറ്റുന്ന ക്ഷുഭിത യൗവനമല്ല, പിന്നെയോ പടച്ചറപ്പിന്റെ ചുറ്റക്ക് വേണ്ടി, പടച്ചറപ്പിന്റെ ചുറ്റക്ക് വേണ്ടി ഈ പച്ചമണ്ണിൽ നിന്ന് എന്നെ നിങ്ങളെ പടച്ചട
തെരഞ്ഞെടുത്ത പടച്ചറപ്പിന്റെ തുറ്റിക്കു വേണ്ടി പടച്ചറപ്പിന്റെ തുറ്റിക്കു വേണ്ടി അവര് സ്വന്തം ശരീരത്തെ വിൽപ്പന നടത്തിയവരാ. അവരാരാ? പടച്ചറപ്പിന്റെ തുറ്റിക്കു വേണ്ടി അവരുടെ നഫ്സിനെ, ഏറ്റവും വലിയ ശത്രുവിനെ അവർ വിൽപ്പന നടത്തി. ഇതാണ് ഏറ്റവും വലിയ ലാഭക്കച്ചവടം. അള്ളാഹു തരട്ടെ. സിനാനെ നിന്റെ കച്ചവടം ഏറ്റവും വലിയ ലാഭമാണ്. നമ്മുടെ മുമ്പിലോ നഷ്ടമാണ്. ഏറ്റവും നല്ല ശത്രുവിനെ വിൽപ്പന നടത്തി എനിക്ക് വേണ്ട, എന്നിട്ട് ഏറ്റവും നല്ല മിത്രത്തെ വാങ്ങിച്ചു. ഏറ്റവും നല്ല മിത്രമാരാ? ആദ്യത്തെ ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രുവിനെ വിറ്റു, എന്നിട്ട് പകരം എന്ത് വാങ്ങിച്ചു? നമ്മൾ സാധാരണ പറയില്ലേ, ഇത് കൊടുത്തിട്ട് കടിക്കണ പട്ടിയെ മേടിച്ചു. എന്താ എന്റെ തുറക്കുന്നതിന് പഴഞ്ചൊല്ലി പറയില്ല, എന്തോ കൊടുത്തിട്ട് പട്ടിയെ വാങ്ങിച്ചു കടിക്കണ പട്ടീനെ. അങ്ങനെയല്ല. കയ്യിരുന്ന കാശ് കൊടുത്തിട്ട് കടിക്കണ പട്ടീനെ വിളിച്ചു. വഫി റിവായത്തിന് വേലിയിലിരുന്ന് തോളിനെടുത്തു, വേലിയിലിരുന്ന് പാമ്പിനെടുത്ത് തോളി വെച്ചു. ഇതങ്ങനെയല്ല. ഏറ്റവും വലിയ ശത്രുവിനെ കൊടുത്തിട്ട് ഏറ്റവും നല്ല മിത്രത്തെ വാങ്ങിച്ചു. ഏറ്റവും നല്ല മിത്രമാരാ? നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളതാരോട്? നമ്മുടെ ഭാര്യയ്ക്ക് ആണോ? നമുക്ക് നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളത് ആർക്കാ? നമ്മുടെ ഭാര്യയ്ക്ക്, കൂട്ടുകാർക്ക്. നീ ഒരു തെറ്റ് ചെയ്താൽ എന്റെ കൂട്ടുകാരോട് 4 പേരോട് പറയില്ലേ? പറയില്ലോ. നമ്മളവൻ ഉദ്ദേശിച്ച പോലെ നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ ഭാര്യ കണ്ടോണ്ടിരിക്കോ? നീ ഭാര്യ ഇല്ലാത്ത സമയത്ത് വീട്ടിലെ വേലക്കാരിയുമായി കിടപ്പുറം കിട്ടും. അറിയാതെ ഭാര്യ അത് കാണാൻ ഇടയായി. ഭാര്യ വാതിലിന് മോളിൽ നിന്നിട്ട് അള്ളാഹു അറിയാതെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അസ്തഗ്ഫിറുല്ലാഹ് ഇല്ലല്ലോ.